താറാവ് കർഷകരെ സംഘടിപ്പിച്ച് ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഐക്യ താറാവ് കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ താറാവ് കർഷകർ വല്ലാത്ത ദുരിതത്തിൽ കഴിഞ്ഞു വരികയാണ്. 2014 മുതൽ പക്ഷിപ്പനിയും മറ്റ് അസുഖങ്ങളും മൂലം താറാവുകൾ ചത്തൊടുങ്ങുന്നതും പക്ഷിപ്പനി ബാധിച്ചാൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള താറാവുകളെ കള്ളിങ് നടത്തുന്നതും നിത്യസംഭവങ്ങളായി മാറിയിരിക്കുന്നു. അസുഖം മൂലം ചത്തൊടുങ്ങുന്ന താറാവുകളുടെ എണ്ണമെടുക്കുകയോ എന്തെങ്കിലും സഹായം എത്തിക്കുകയോ ചെയ്യാൻ ഗവൺമെന്റുകൾ ഒരിക്കലും തയ്യാറാകാറില്ല. കള്ളിങ് നടത്തുന്ന താറാവുകൾക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകാനും തയ്യാറാകാത്തത് മൂലം കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2014 മുതൽ നമ്മുടെ ജില്ലയിലെ താറാവ് കർഷകർ നിരന്തര ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ദുരിതത്തിലും കഴിഞ്ഞു വരികയാണ് എന്ന് അറിയാവുന്ന കാര്യമാണ്. നിരന്തരമായി ഉണ്ടാകുന്ന പക്ഷിപ്പനി, അതുകൂടാതെ തന്നെ പാസ്റ്റർല തുടങ്ങിയ വളരെ ഗൗരവ സ്വഭാവമുള്ള മറ്റസുഖങ്ങൾ, ഇവ മൂലം കൂട്ടത്തോട് താറാവുകൾ ചത്തൊടുങ്ങുന്നത് പതിവായിരുന്നു. ചത്തൊടുങ്ങുന്ന താറാവുകൾക്ക് ഒരു കാലത്തും ഗവൺമെൻറ് എത്ര എണ്ണം ചത്തു എന്ന് കണക്കെടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായം ഈ കർഷകർക്ക് നൽകുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ ഗവൺമെൻറ്റുകൾ പലപ്പോഴും കൃത്യമായി പക്ഷികളെ കൊന്നൊടുക്കും, താറാവുകളെ കൊന്നൊടുക്കും. പക്ഷേ കൊന്നൊടുക്കുക എന്നുള്ളൊരു പ്രക്രിയ നടത്തുകയല്ലാതെ കൊന്നൊടുക്കുന്ന താറാവുകൾക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകുക എന്ന നടപടി പലപ്പോഴും സ്വീകരിക്കാറില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആലപ്പുഴ ജില്ലയിലെ താറാവ് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ കഴിഞ്ഞു വരുന്നൊരു വിഭാഗമാണ്. അപ്പോൾ ദയനീയമായ സാഹചര്യത്തിൽ ജീവിക്കുന്നൊരു വിഭാഗം എന്നുള്ള നിലയിൽ വളരെ എണ്ണത്തിൽ കൂടുതലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഗവൺമെൻറ്റുകൾ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ കർഷക സുഹൃത്തുക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി.